നമസ്കാരം. ബി ഉണ്ണികൃഷ്ണനുമായുള്ള തർക്കങ്ങളുടെ അവസാനത്തിലാണ് സംവിധായകൻ ആഷിക് അബുവിന്റെ നേതൃത്വത്തിൽ മലയാള സിനിമയിൽ പുതിയ സംഘടന രൂപീകരിച്ചത്. ആദ്യം നിർമ്മാതാക്കളുടെ സംഘടനയുണ്ടാക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും പിന്നീട് ഇത് ഫെഫ്കയ്ക്ക് ബദലായ സംഘടന എന്ന നിലയിൽ മാറ്റുകയായിരുന്നു. ഇടത് ചായ്വുള്ള സംഘടന എന്ന നിലയിലാണ് സംഘടനയുടെ പ്രവർത്തനം. എന്നാൽ ഇക്കാരണം കൊണ്ട് തന്നെ പലരും തുടക്കത്തിൽ പിൻവലിയുകയും ചെയ്തു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പേര്. ആഷിക് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ഇറുമ കല്ലിങ്കൽ, രാജീവ് രവി എന്നിവരാണ് നേതൃനിരയിലുള്ളത്. എന്നാൽ ഇടതാഭിമുഖ്യമുള്ള നിർമ്മാതാക്കളുടെ സംഘടന എന്ന രീതിയിലാണ് ആദ്യം ആലോചിച്ചതത്രേ. പിന്നീട് ഇത് ഫെഫ്കയ്ക്ക് കൂടി ബദലായി തൊഴിലാളികളുടെ സംഘടനയാക്കി മാറ്റുകയായിരുന്നു. വിഷൻ ഫോർ എ പ്രോഗ്രസീവ് മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന തലക്കെട്ടിലുള്ള ഇംഗ്ലീഷിലുള്ള കത്താണ് പുതിയ നീക്കത്തിന്റെ അണിയറക്കാർ ചില നിർമ്മാതാക്കൾക്ക് അയച്ചിരുന്നത്. ചിലരെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. നിർമ്മാതാക്കളുടെ പുതിയ സംഘടനയാണ് ലക്ഷ്യമെന്ന് കത്തിന്റെ രണ്ടാം ഖണ്ഡികയിൽ വ്യക്തമാക്കിയിരുന്നു. ഇടത് പുരോഗമന മൂല്യങ്ങളായിരിക്കും ഉയർത്തിപ്പിടിക്കുകയെന്നും ഇതിൽ പരാമർശിച്ചിരുന്നു. പക്ഷേ പുതിയ സംഘടനയെക്കുറിച്ച് വിശദമാക്കുന്ന മലയാളത്തിലുള്ള കത്തിൽ നിർമ്മാതാക്കൾ എന്നത് മാറ്റി പിന്നണി പ്രവർത്തകർ എന്നാക്കി. ഇടത് പുരോഗമന മൂല്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം സമത്വം, സഹകരണം, സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങൾ എന്നാക്കുകയും ചെയ്തു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ അസംതൃപ്തരെയും ഫെഫ്ക നേതൃത്വത്തോട് എതിർപ്പുള്ളവരെയുമാണ് ആഷിക് അബുവും സംഘവും പ്രതീക്ഷിക്കുന്നത്. അതിനിടെ അസോസിയേഷനിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് പ്രതികരിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുള്ളിൽ നിന്നുകൊണ്ട് പോരാടാനാണ് ഉദ്ദേശിക്കുന്നതെന്നും തൽക്കാലം പുതിയ സംഘടനയിലേക്ക് ഇല്ലെന്ന് അറിയിച്ചതായും സാന്ദ്ര പറഞ്ഞു. ഇതിൽ സംഘടനയുടെ ഭാഗമായി 6 പേരുടെ പേരാണ് കത്തിലുള്ളത്. നിർമ്മാതാക്കളുടെ സംഘടനയിലെ അസംതൃപ്തരും ഫെഫ്ക നേതൃത്വത്തോട് എതിർപ്പുള്ളവരും പുതിയ സംഘടനയിലേക്ക് വരുമെന്നാണ് ആഷിക് അബുവിന്റെയും സംഘത്തിന്റെയും പ്രതീക്ഷ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം പാലിക്കുന്നുവെന്ന് ആരോപിച്ച് ആഷിക് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു പുതിയ സംഘടനയ്ക്കുള്ള നീക്കം ശക്തിപ്പെട്ടത്. അതേസമയം പുതുതായി വരുന്ന സംഘടനയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ ടൊവിനോ തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. നിലവിൽ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമല്ല. പുരോഗമനപരമായി എന്ത് കാര്യം നടക്കുന്നുവെങ്കിലും അത് നല്ലതാണ്. മികച്ച മറ്റൊരു സംഘടനയാണെങ്കിൽ അതിന്റെ ഭാഗമാകുമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. നിലവിൽ അമ്മ സംഘടനയുടെ ഭാഗമാണ്. പ്രോഗ്രസീവായ ഏത് കാര്യം സംഭവിക്കുമ്പോഴും അതിന്റെ ഭാഗമാകുമെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് പുതിയ സംഘടനയുടെ തലപ്പത്ത് എന്നതും ശ്രദ്ധേയമാണ്. ഇക്കാലത്തെ മറ്റ് വ്യവസായ മേഖലകളുമായി തുലനം ചെയ്യുമ്പോൾ സിനിമാ മേഖല പിന്നിലാണെന്നും ആധുനിക സംവിധാനങ്ങളും നിയമചട്ടക്കൂടുകളും കൂട്ടുത്തരവാദിത്വവും ഉൾക്കൊണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണിതെന്നുമായിരുന്നു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത്. സമത്വം, സഹകരണം, സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങളിൽ വേരൂന്നിയ സംഘടന തൊഴിലാളികളുടെയും നിർമ്മാതാക്കളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും വ്യവസായത്തെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താനുള്ള പ്രയത്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നേരത്തെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫെഫ്കയിൽ നിന്ന് സംവിധായകൻ ആഷിക് അബു രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. ആഷിക് അബു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് രാജിവെച്ചതായി മാധ്യമങ്ങളിലൂടെയായിരുന്നു അറിഞ്ഞതെന്നും വ്യാജ ആരോപണങ്ങളാണ് സംവിധായകൻ നടത്തിയതെന്നുമായിരുന്നു ഇതിൽ ഫെഫ്കയുടെ പ്രതികരണം. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി വിവരങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി WCC രംഗത്ത് വന്നിരുന്നു. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു തുറന്ന കത്ത്. റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങൾ സംശയാസ്പദമാണെന്നും WCC ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളും വിവരങ്ങളും വെളിപ്പെടുത്തി റിപ്പോർട്ടർ ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്കെതിരെയാണ് WCCയുടെ കടുത്ത പ്രതിഷേധം. മൊഴി നൽകിയവരെ തിരിച്ചറിയുന്ന രീതിയിൽ സൂചനകൾ ഉൾക്കൊള്ളിച്ചുള്ള വാർത്ത സ്വകാര്യത ലംഘിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്തിലുള്ളത്. കോടതി ഉത്തരവ് പോലും ലംഘിച്ച് നിരുത്തരവാദപരമായ മാധ്യമ വിചാരണയാണ് റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത്. പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന് പ്രതീതി ജനിപ്പിച്ച് അതിജീവിതരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഈ റിപ്പോർട്ടിംഗ്. ഇതിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് സംഘടന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്.